ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യൻ അതിർത്തി നിരീക്ഷിക്കാൻ ബംഗ്ലാദേശ് പുതിയ തന്ത്രമൊരുക്കുന്നു. ബംഗ്ലാദേശ് സർക്കാർ ചൈനയിൽ നിന്ന് 24 അത്യാധുനിക J-10CE പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള നീക്കങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് വിവരങ്ങൾ വരുന്നത്. ഭാരതത്തിന്റെ കിഴക്കൻ അതിർത്തി ഇത് പൂർണ്ണമായും ചൈനീസ് നിരീക്ഷണത്തിലാക്കാൻ തന്നെയാണ് ഇത്തരത്തിലൊരു ലക്ഷ്യവുമായി ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ആഴ്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ചൈനീസ് സന്ദർശനത്തിന് വരുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ പുതിയ ആയുധ ഇടപാടിന്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കുമെന്നും വരും ഓഗസ്റ്റോടെ കരാറിൽ ഔദ്യോഗികമായി 2 രാജ്യങ്ങളും ഒപ്പുവെക്കും എന്നുമാണ് സൂചന. തങ്ങളുടെ ഫോഴ്സസ് ഗോൾ 2030 പ്രതിരോധ നവീകരണ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം എന്ന് ബംഗ്ലാദേശ് പറയുന്നുണ്ട് എങ്കിലും അത് ശുദ്ധ നുണയാണ്. ഭാരതത്തെ ചുറ്റിപ്പറ്റി ചൈന നെയ്യുന്ന മുത്തുമാല തന്ത്രം, അതായത് സ്ട്രിംഗ് ഓഫ് പേൾസ്, അതിന്റെ ഭാഗമായാണ് ദേശീയ സുരക്ഷാ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ചൈനയുടെ വളരെ പ്രശസ്തമായ ചെങ്ദു J-10C വിമാനത്തിന്റെ അത്യാധുനിക കയറ്റുമതി പതിപ്പാണ് J-10CE. ഇത് നിലവിൽ ഭാരതത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ വ്യോമസേനയും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. മുൻപ് അതിർത്തിയിലുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ വ്യോമാക്രമണ സമയത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തരായ സുഖോയ്, ജാഗ്വാർ, റാഫേൽ വിമാനങ്ങളെ പ്രതിരോധിക്കാനായി പാകിസ്ഥാൻ രംഗത്തിറക്കിയത് ഇതേ ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ ആയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന ബംഗ്ലാദേശിന് ഒരൊറ്റ വിമാനം കൊണ്ട് വ്യോമ പ്രതിരോധവും സമുദ്ര സുരക്ഷയും ഒരേപോലെ നിർവഹിക്കാം എന്നത് വലിയ നേട്ടമായി തന്നെ കരുതാം എങ്കിലും പക്ഷേ അതിന് പിന്നിൽ അവർ കൊടുക്കേണ്ടി വരുന്ന രാഷ്ട്രീയ വില ഭീകരമായിരിക്കുമെന്ന വിലയിരുത്തലുകളും ഉയർന്നു. ഈ ഒരൊറ്റ ഇടപാടിലൂടെ കോടിക്കണക്കിന് ഡോളറിന്റെ ചൈനീസ് കടക്കെണിയിലാകുന്ന ബംഗ്ലാദേശിലേക്ക് വരും ദിവസങ്ങളിൽ ചൈനീസ് സാങ്കേതിക വിദഗ്ധരുടെയും ഉപദേശകരുടെയും വൻ അധിനിവേശമുണ്ടാകും. ഇത് പൂർണ്ണമായും ബംഗ്ലാദേശിനെ ചൈനയുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാവയാക്കി മാറ്റിയേക്കാം. എന്നാൽ ഭാരതത്തിന്റെ അധികാരത്തിന് നേരെ ഉയർന്ന ഇത്തരം കൂട്ടുകെട്ടുകളെ തകർക്കാൻ ഇന്ത്യൻ വ്യോമസേന സർവ്വസജ്ജമാണ്. ഇന്ത്യ അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ, ഒന്നും അനങ്ങാതെ ഇരിക്കുകയാണ്. അത്യാധുനിക റഫേൽ വിമാനങ്ങൾ, റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ, ഇതെല്ലാം അതിർത്തിയിൽ ഭാരതം ഓൾറെഡി വിന്യസിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ഏത് തരത്തിലുള്ള മിസൈൽ വ്യോമ വെല്ലുവിളികളെ നിമിഷ നേരം കൊണ്ട് തവിട് പൊടിയാക്കാൻ സജ്ജമാണ് എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പോലും ബംഗ്ലാദേശും ചൈനയും തമ്മിലുള്ള ഈ ഒരു കൂട്ടുകെട്ടിനെ അതീവ ജാഗ്രതയോടെ തന്നെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത്. ഇന്ത്യൻ അതിർത്തികൾ ഏത് തരത്തിലും ഉള്ള ആക്രമണങ്ങൾ നേരിടാൻ സുസജ്ജമാണ് എന്ന് പറയുന്നു എങ്കിലും ഒരു കണ്ണ് ഇവരുടെ മേൽ, അതായത് ഇത്തരം ശത്രുക്കളുടെ മേൽ, ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടുകൾ, അവർ തമ്മിലുള്ള ഇടപാടുകൾ, അതിന്റെ മേലെല്ലാം ഇന്ത്യ വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യക്ക് ഭയപ്പെടാൻ യാതൊന്നുമില്ല എന്ന് വീണ്ടും വീണ്ടും ഇന്ത്യ പറയുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യൻ സൈന്യത്തെയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രതിരോധത്തെയും ഇന്ത്യൻ സർക്കാരിനെയും വിശ്വസിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.